ശ്രീരാമന്റെ അഭിഷേക വൃത്താന്തങ്ങൾ ദശരഥനും വസിഷ്ഠനും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നു മനസ്സിലാക്കിയ ഒരാൾ കൗസല്യയെയും സുമിത്രയെയും വിവരം അറിയിച്ചു. കൈകേയിയോടാണ് ദശരഥ മഹാരാജാവിന് താൽപ്പര്യം കൂടുതൽ. ആ കാര്യം കൗസല്യക്കറിയാം. അതുകൊണ്ട് അഭിഷേകത്തിന് വിഘ്നം കൈകേയി മൂലം ഉണ്ടാവുമോ എന്ന് കൗസല്യാദേവി ഭയപ്പെടുന്നു. എന്നാൽ ദേവതകൾ അഭിഷേക വിഘ്നം വരുത്തുവാൻ സരസ്വതീദേവിയെ സമീപിക്കുന്നു. രാവണവധമാണല്ലോ പ്രധാനം. അവർ വാണി മാതാവിനോട് ഇക്കാര്യം പറയുന്നു. മാതാവ് മന്ദരയുടെയും കൈകേയിയുടെയും സംഭാഷണത്തിനിടയിൽ വേണ്ടത് ചെയ്യണമെന്ന് ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോദാലറിയിച്ചു സമസ്തവും. രാജീവ സംഭവ നന്ദനൻ തന്നോട് രാജാ ദശരഥനാനന്ദ പൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാൻ ഒരു പുമാൻ. സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാൾ. കൗസല്യയും തന്നെ അഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചിതു ലക്ഷ്മിയെ. നാദേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്ത്യ വണങ്ങി വാണിടിനാൾ. അഭിഷേക വിഘ്നം. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയ പുത്രി വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും. ദുർഗേ ഭഗവതി ദുർഗതിനാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വര. നല്ലവണ്ണം വരുത്തണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു. വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിടുവാനാമാവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ദര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോടു കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്നമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും
മന്ദര തൻ വദനാന്തരി വാണിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി.